ഹലോ ഗൈസ്, ഈയിടെയായിട്ട് കുറച്ച് ഭക്തിയൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പം നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഗണപതി ഭഗവാനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എല്ലാം തടസ്സങ്ങളില്ലാണ്ട് പോകണമല്ലോ. തേങ്ങ മേടിക്കാൻ പോയപ്പോഴാണ് അവിടെ മുല്ലപ്പ് കിടക്കുന്ന കണ്ടത്. വില കേട്ടതോടുകൂടി അതിനെ പിടിച്ച് 2 ആട്ടം ഇട്ട് കൊടുത്തിട്ട് നേരെ കിച്ചടി കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് കിച്ചടിയാണ്. എന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ദേണ്ട കിച്ചടിയുടെ പുറകെ പോകുന്ന ചേട്ടൻ. തിളച്ച കിച്ചടി ചൂടോടെ കഴിച്ച് വായി നാക്കൊക്കെ പൊള്ളിയിട്ടുണ്ട്. നേരെ വെച്ച് പിടിച്ചത് മണ്ഡലകാലം ആണല്ലോ. അപ്പൊ നേരെ അയ്യപ്പനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോഴേക്കും അവിടെ ഭജന നടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കാർത്തിക അൻവിയും കൂടെ ബോറടിച്ചിട്ട് തേരാപ്പരം നടക്കുമായിരുന്നു അവിടെയൊക്കെ. ഭജന കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ എത്തിയിട്ടുണ്ട്. അൻവി 2-3 ദിവസം കഴിക്കാനുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഗണപതി ഒരുക്കിന്റെ ഒരു പങ്ക് എനിക്കും കിട്ടി. അതിനകത്ത് ഞാൻ കിടന്ന് പരതുന്നത് ഉണ്ണിയപ്പവും പഴവും തപ്പിയാണ്. അതൊക്കെ കിട്ടി. എന്റെ ആക്രാന്തവും പരതലും തീറ്റയും കണ്ടിട്ട് അവിടെയുള്ള ആന്റിമാരൊക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കിയതേ ഇല്ല. അടുത്തത് കഞ്ഞിയും കപ്പപ്പുഴുക്കും വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും അവിടെ കുറെ നേരം നിന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി എങ്ങാനും സദ്യ വല്ലതും വിളമ്പിയാലോ. കിട്ടിയ പായസമൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.